ഇതിപ്പോൾ എത്രാമത്തെ തവണ തയ്യാറാക്കുന്നതെന്ന് എനിക്ക് തന്നെ ഒരു പിടുത്തമില്ല കേട്ടോ. അത്രയ്ക്ക് സിമ്പിളും ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു മുട്ടക്കറി. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. അതിനായിട്ട് കുക്കറിൽ പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് സ്പൈസസ് ഒക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുക. കുറച്ച് കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം 2 പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ 2 മീഡിയം സൈസിലുള്ള സവാള ഒന്ന് കൊത്തിയരിഞ്ഞതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് പൊടികളുടെ ആ ഒരു പച്ചമണക്കൊന്ന് മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു മീഡിയം സൈസിലുള്ള ടൊമാറ്റോ നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അതും കൂടെ ചേർക്കുക. ഒരു 2 സെക്കൻഡ് ഒന്ന് കൂടുന്ന വഴറ്റിയതിന് ശേഷം ചെറു ചൂടുവെള്ളം ഏകദേശം ഒരു 1/2 കപ്പ് ചെറു ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 വിസിൽ കുക്കറിൽ. അപ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു 1.5 പിടി ചെറുകിയ തേങ്ങ, 1/2 ടീസ്പൂൺ പെരുംജീരകം, ഒരു 5-6 ചുവന്നുള്ളി, ഒരു 5-6 തന്നെ കാഷ്യൂനട്ടും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ സവാളയൊക്കെ നല്ല പാകത്തിന് വെന്ത് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പും ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അതിനുശേഷം നമ്മുടെ മുട്ടകളൊക്കെ ഓരോന്നായിട്ട് ഇതേപോലെ ചേർത്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. ഒരു 2 സെക്കൻഡ് ഒന്നുകൂടി ഒന്ന് തിളച്ച് ആ അരപ്പൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുട്ടക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും പൊറോട്ടയുടെ കൂടെയാണെങ്കിലും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.